നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 195-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സംവിധായകനുമായ ശ്രീ PN മേനോനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വേദിയിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് ആദ്യ തവണ. ടാഗോർ തിയേറ്ററിൽ നടന്ന ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത് പുറമേക്ക് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുകയായിരുന്നു. ഹൃദ്യമായ പുഞ്ചിരി. നമുക്ക് കാണാം കുഞ്ഞെ, പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞാണ് അന്ന് തിരക്കിനിടയിൽ മറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിൻ്റെ റെക്കോർഡിംഗ് വേളയിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് കാണുന്നത്. ഒരു വൈകുന്നേരം അദ്ദേഹം റെക്കോർഡിംഗ് തിയേറ്ററിൽ നിന്നും പുറമേക്ക്, തിരുവല്ല സ്റ്റുഡിയോയുടെ പുറമേക്ക് വരുന്ന ആ ഒരു നടത്തം, ഞാൻ ഇവിടെ നിന്നും അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നു. കൂടെ വേറെ ആരുമില്ല. കളം നീല ബോർഡറുള്ള ഒരു ഷർട്ട് ഇൻ ചെയ്ത് പാൻറ്റും ധരിച്ച് അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. തലയിലൊരു തൊപ്പിയുണ്ടെന്നാണ് ഓർമ്മ. കിട്ടിയ സന്ദർഭം, കിട്ടിയ സൗഭാഗ്യം. അദ്ദേഹത്തെ ചെന്ന് കണ്ട്, നമസ്കാരം സാർ, സാറുമായിട്ടൊന്ന് സംസാരിക്കാൻ കിട്ടിയൊരു ചാൻസാണ്, അതുകൊണ്ടാണ് ഞാൻ ഓടി അടുത്ത് വന്നത്. ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടില്ല. ഒരു 10-15 മിനിറ്റെങ്കിലും വേണം അവിടുന്ന് ഇവിടം വരെ എത്താൻ. റിയലിസ്റ്റിക് സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ പുറത്തു വച്ച് ചിത്രീകരണം നടത്തിയ ചിത്രങ്ങളിൽ മികവുറ്റതും ഒരു പുതിയ തുടക്കത്തിന് വഴി തെളിയിച്ച മികച്ചൊരു സംവിധായകനുമായ ശ്രീ PN മേനോൻ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഓളവും തീരവും എന്നുള്ള ആ ചിത്രത്തിനെ കുറിച്ചും ആ ചിത്രത്തിൻ്റെ ഫ്രെയിമുകളെക്കുറിച്ചും എഴുതപ്പെടാതെ ഒരു വ്യക്തിക്കും മലയാള സിനിമയുടെ ചരിത്രം കുറിക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ ഭാഷ്യം. ഗായത്രി എന്നുള്ള ആ ഒരൊറ്റ ചിത്രം ഇത് സംസാരിക്കുമ്പോൾ പോലും ഓർമ്മയിൽ തെളിയുന്നു. പത്മതീർത്ഥമേ ഉണരൂ എന്നുള്ള ആ പാട്ടും ആ ചുറ്റുപാടും അതിലെ രംഗങ്ങളും നമ്മുടെ മനസ്സിൽ നിന്നും മായില്ല. അതേപോലെ അദ്ദേഹം ചെയ്ത നിരവധി ചിത്രങ്ങൾ. അപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ, സാറിൻ്റെ സിനിമകൾ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അതേതാ? അപ്പോൾ ഞാൻ പറഞ്ഞു, മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഗായത്രിയും ഓളവും തീരവുമാണ്. അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു, അതിലെ സുരഭിലമായിട്ടുള്ള ഫ്രെയിമുകൾ എങ്ങനെ മറക്കാനാകും? അപ്പോൾ എൻ്റെ തോളിൽ തട്ടി, നീ ആൾ മോശക്കാരനല്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്താ സാർ എങ്ങനെ പറഞ്ഞത്? അതല്ല, എൻ്റെ സിനിമയെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ ശരിക്കും ഒരു അവാർഡ് കിട്ടിയതുപോലെയാണ്ടാ എന്ന് പറഞ്ഞിട്ട് വാ തുറന്ന് മുകളിലോട്ട് നോക്കി ചിരിക്കുകയാണ് അദ്ദേഹം. കണ്ണിൽ കണ്ണടയും തിരികെയിട്ടുണ്ട്. നീ ഇപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, സാർ ഒരു ഡോക്യുമെൻ്ററിയുടെ കാര്യത്തിനായിട്ട് വന്നതാണ്. ഇത് അഭിനയിക്കാനാണോ അതോ സംവിധാനം ചെയ്യാനാണോ, എന്താണ്? നമ്മൾ ഡോക്യുമെൻ്ററി അല്ലേ സാർ, സിനിമയല്ലല്ലോ. അതേക്കുറിച്ച് അന്വേഷിക്കാനും ഒരെണ്ണം ചെയ്യാനും ഒക്കെയുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് സബ്സിഡിയൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അതേപ്പറ്റിയിട്ടൊക്കെ ഒന്ന് തിരക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാസംവിധാനവും അദ്ദേഹം ചെയ്ത ചിത്രങ്ങളിലെ ഫ്രെയിമുകളും ഒക്കെ മനസ്സിലിങ്ങനെ ഓടി വരികയാണ്.
ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി, നിരവധി സ്റ്റേറ്റ് അവാർഡുകളും നിരവധി ദേശീയ അവാർഡുകളും വാങ്ങിയ ഒരു വലിയ കലാകാരൻ്റെ കൂടെയാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. നിനക്ക് ജീവിതത്തിൽ എന്തായി തീരാനാണ് മോഹം? ഒരെണ്ണമേ പറയാവൂ, പലത് പറയരുത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരിച്ചു. സംവിധായകനാകണമെന്നുണ്ട്, നടനാകണമെന്നുണ്ട്, തിരക്കഥാകൃത്താവണമെന്നുണ്ട്, പലതാവണമെന്നുണ്ട്. ഒന്നും ഇതുവരെ ആയിട്ടുമില്ല. ഒന്നോ രണ്ടോ ഡോക്യുമെൻ്ററികളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒന്നോ രണ്ടോ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അഭിനയമാണ് മുഖ്യ കളരി. പിന്നെ നമ്മുടെ ഈ രൂപവും ഭാവവും ഒക്കെ ജനങ്ങൾക്ക് കൂടെ പിടിക്കണമല്ലോ. അപ്പോഴും ചിരിച്ചു അദ്ദേഹം. ശരിക്കും നിനക്ക് സിനിമയിൽ എന്തായിട്ട് പ്രവർത്തിക്കാനാണ് ഇഷ്ടം? മുൻകാലങ്ങളിൽ എനിക്കൊരു നടനാവാനായിരുന്നു ആഗ്രഹം. ഇന്നും ആഗ്രഹത്തിന് മങ്ങലൊന്നും ഏറ്റിട്ടില്ല. ഒരു വിഗൊക്കെ വെച്ച് വേണ്ട മേക്കപ്പൊക്കെ ചെയ്താൽ ഞാനും ശരിയാവില്ല സാർ. അന്നേ തലയിലെ രോമം ചിന്തിച്ച് കൊഴിഞ്ഞിരുന്നു. അപ്പോഴും എൻ്റെ തോളിൽ തട്ടിട്ടോടും, നിനക്ക് നല്ല ഹ്യൂമർ സെൻസാണല്ലോ. നമ്മൾ എന്തോ സാർ, ശരിക്കും എനിക്കൊരു സംവിധായകൻ ആവണം എന്നാണ് ഇപ്പോഴുള്ള മോഹം. ഇടാതെ ഭയങ്കര പാടുള്ള കാര്യമല്ലേ, പലരുടെയും ചീത്തവിളിയൊക്കെ കേൾക്കേണ്ടി വരും. ചിരിച്ചു. പക്ഷേ അതിൻ്റെ കൺട്രോൾ, അതിൻ്റെ ചരട് നമ്മുടെ കയ്യിലായിരിക്കുമല്ലോ. ഏത് തരത്തിലുള്ള സിനിമകളാണ് നിനക്കിഷ്ടം? ഞാൻ മനസ്സറി ഏത് തരത്തിലൊന്നല്ല, ശ്രദ്ധേയമായ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളും ജീവിതവുമായി ബന്ധമുള്ളതുമായിട്ടുള്ള സിനിമകളോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ക്ലാസിക്കൽ ഫിലിംസൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മൾ കുറച്ച് പൊളാൻസ്കിയുടെയും ബർട്ടോലുച്ചിയുടെയും ഹിച്ച്കോക്കിൻ്റെയും അങ്ങനെ ലോകോത്തര ക്ലാസിക്കുകളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായും മനസ്സിലായിട്ടൊന്നുമില്ല, എങ്കിലും സബ് ടൈറ്റിലൊക്കെ ഉണ്ടെങ്കിലും വായിച്ചൊക്കെ മനസ്സിലാക്കാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോഴും ചിരിച്ചു. അങ്ങനെ സിനിമയുടെ വിവിധ വശങ്ങളെയും സിനിമയിലൂടെയുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് പുറമേക്ക് നടക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാത്തിനും പരിശ്രമം. ആരും നമ്മളെ വിളിച്ച് സ്വീകരിച്ച് അനയിച്ച് ചപ്രമഞ്ചക്കട്ടിലിൽ കൊണ്ടിരുത്തില്ല. നമ്മൾ പടവെട്ടി നേടേണ്ടതാണ് ഓരോന്നും. എങ്കിലേ കലയായാലും സാഹിത്യമായാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ കഴിയുള്ളൂ. ഞാനൊക്കെ മദ്രാസിലൊക്കെ അനുഭവിച്ച അനുഭവങ്ങൾ, ദുരിതങ്ങൾ അതൊന്നും പറഞ്ഞാൽ തീരില്ല. കലാസംവിധാനത്തിലൂടെ തുടങ്ങി സംവിധായകനായി ഞാൻ ഇപ്പോൾ നിന്നോട് നടക്കുമ്പോഴും എൻ്റെ ഭൂതകാലം, ഭാവിയല്ല ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമാണ് കുഞ്ഞെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. നീ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഒടുങ്ങാൻ പോകുന്നൊരു വടവൃക്ഷമാണ്. ഞാൻ പറഞ്ഞു, എന്താ സാർ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ലടാ, ഞാൻ പ്രാസം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. നീ തുടങ്ങുന്നു, ഞാൻ ഒടുങ്ങുന്നു, അത്രയേ ഉള്ളൂ. എങ്കിലും മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ എൻ്റെ പേരില്ലാണ്ട് കടന്നു പോകുമ്പോടാ ആരെങ്കിലും. നമ്മൾ അതില്ല സാർ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, ഗായത്രിയിലെ ഓരോ ഫ്രെയിമും ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ബ്രാഹ്മണ തെരുവിലൂടെയുള്ള ഓരോരുത്തരുടെ നടത്തയും അതിലെ വിഷ്വൽസും എങ്ങനെ മറക്കാൻ കഴിയും? ഇന്ന് സാറിനോട് സംസാരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നിമിഷമാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തെക്കുറിച്ച് 1928 ജനുവരി 2 വടക്കാഞ്ചേരിയിൽ ജനനം. പാലിശ്ശേരി നാരായണൻകുട്ടി മേനോൻ എന്ന പി എൻ മേനോൻ ചെറുപ്പത്തിൽ തന്നെ ചിത്രരചനയിൽ
അഭിരുചി ഉണ്ടായിരുന്നു. തൃശ്ശൂർ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ചിറങ്ങിയ മേനോൻ മദ്രാസിലേക്ക് ചേക്കേറി. അതിനുശേഷം മദ്രാസിലെ വിജയവാഹിനി പ്രസാദ് സ്റ്റുഡിയോയിൽ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു. പേശമ്പടം എന്ന തെലുങ്കിൽ ഡിക്റ്റർ എന്നീ മാസികകൾക്കായി അക്കാലത്തും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. 1960 മുതൽ തമിഴ് സിനിമകളിൽ അദ്ദേഹം കലാസംവിധായകനായി പ്രവർത്തിച്ചു. തമിഴ് ചലച്ചിത്ര രംഗത്ത് കലാസംവിധായകനായി പേരെടുത്ത ശേഷമാണ് PN മേനോൻ മലയാളത്തിലേക്ക് എത്തിയത്. അതും ശ്രീ ഡയറക്ടറും ഗാനരചയിതാവുമൊക്കെയായ ശ്രീ P. ഭാസ്കരൻ മാഷ് മുഖാന്തരം. ഭാഗ്യജാതകം, നണമണിഞ്ഞ കാൽപ്പാടുകൾ, മണവാട്ടി, അരക്കില്ലം നിരവധി ചിത്രങ്ങൾ കലാസംവിധാനം ചെയ്തു. 1965 വൃന്ദാവൻ പിക്ചേഴ്സിൻ്റെ ബാനറിൽ മണിസ്വാമി നിർമ്മിച്ച റോസിയാണ് മേനോൻ്റെ ആദ്യ സംവിധാന സംരംഭം. 1973 ഗായത്രി, 1983 മലമുകളിലെ ദൈവം മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. പ്രശസ്ത സംവിധായകനായ ഭരതൻ്റെ ചെറിയച്ഛൻ കൂടിയാണ് ശ്രീ PN മേനോൻ. 2002 JC ഡാനിയൽ പുരസ്കാരം നേടി. നിരവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കി. ഓളവും തീരവും, 1970 മികച്ച ചിത്രം, സംവിധായകൻ എന്നീ അവാർഡുകൾ നേടി. 2004 പുറത്തിറങ്ങിയ നേർക്കുനേർ ആണ് അവസാനമായി അദ്ദേഹം സംവിധാനം ചെയ്തത്. 2008 സെപ്റ്റംബർ 9 80-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത് നിങ്ങളോട് പറയുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഓളവും തീരവും എന്ന ആ ചിത്രവും ഗായത്രിയിലെ പത്മതീർത്ഥമേ ഉണരൂ എന്നുള്ള ONV ഗാനവും അതിലെ അഭിനേതാക്കളുടെ പ്രകടനവുമൊക്കെയാണ് എൻ്റെ മുന്നിൽ തെളിയുന്നത്. മലയാള ചലച്ചിത്ര രംഗത്ത് ചലച്ചിത്ര ചരിത്രം കുറിക്കുമ്പോഴും PN മേനോൻ എന്ന വിശ്വവിഖ്യാതനായ ചലച്ചിത്ര സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ നാമവും എന്നും ഓർക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.